പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തൊരു കാര്യം അവിടെ ബിരിയാണി ഇളക്കുന്നുണ്ട്. ചെമ്പ് പൊട്ടിച്ചിരിക്കാണ്. ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നല്ല സൂപ്പർ അടിപൊളി ബിരിയാണി. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് എവിടെ പോന്നെ? ഇന്നൊരു ഹോം ടൂർ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിൽ ചെയ്തിരിക്കുന്ന ആ വീട്ടിൽ ചെയ്തിരിക്കുന്ന വർക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. കാണിക്കാവുന്ന രീതിയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുവായിരിക്കും വീടൊക്കെ വെക്കാൻ പോകുന്നവർക്ക്. ഏതായാലും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ, ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് എന്തെങ്കിലും രേഖപ്പെടുത്തുക. അന്നേരം പോകുന്ന വഴിയിലെ വിശേഷങ്ങളും വീഡിയോകളും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എല്ലാ തെറ്റുകുറ്റങ്ങളും പോരാഴികളും എല്ലാവരും മനസ്സിലാക്കി ഞങ്ങളുടെ കൂടൊപ്പം കാണുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് ഇറങ്ങാം. ഓക്കെ. കൊണ്ടുവന്നില്ല. മമ്മിക്ക് വിഷമം വല്ല ഉണ്ടോ? വരാത്തന് വിഷമമുണ്ടോ? ഒരു വിഷമമില്ലല്ലേ? ഒരു വിഷമമില്ല, സന്തോഷം മാത്രമേ. ഞങ്ങള് പോയിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങൾ കരിയിലക്കുളകര എത്തി. ശിവനട അമ്പലമാണ് കരിയിലക്കുളകര, പ്രിയങ്കട വീടിൻ്റെ അടുത്ത്. ഈ പ്രിയങ്കട വീട്ടിൽ നിന്ന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പ്രിയങ്കട ചേട്ടത്തിയുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഓടിയോ ചെക്ക് ലോക്ക് തുറന്നില്ലേ? ഞെക്കടി. വണ്ടി നമ്മളെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. വീടിനകമൊക്കെ കാണും. ഒയ്യോ, കഴിച്ചൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്ക് കളന് പൂവിട്ട് സ്വീകരിക്കുക കേട്ടോ. എന്താ ഇതാട്ടോ വീടിന്റെ ഗ്രഹനാഥൻ. നീയാണോ ഗ്രഹനാഥനാ? ഇത് ഡൈനിങ്ങും ഇത് ലിവിങ്ങും ആയിട്ട് പാർട്ടീഷൻ ചെയ്തേക്കുവാ. ഇതിങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് തിരിച്ചേക്കുവാണ്. പിന്നെ ഇവിടെ നമുക്ക് ടി വി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കോർണർ. അത്യാവശ്യം നല്ലൊരു ലിവിങ് ആണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിച്ചൺ ആണ് കേട്ടോ. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കിച്ചൺ നല്ല രീതിയിൽ കാണിക്കണമെന്ന് കേട്ടോ. കാരണം ആളിന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ രീതിയിൽ ചെയ്യണമെന്നുള്ളത്. ഇലക്ട്രിക് ചിമ്മിനി ഇപ്പൊ എല്ലാ വീടുകളിലും കാണുന്ന പോലെയുള്ള ഇലക്ട്രിക് ചിമ്മിനി ഉണ്ട്. പിന്നെ കബോർഡ്സ് ഒക്കെ നമ്മുടെ ഓരോ സെഷനായിട്ട് ഒക്കെ. പിന്നെ നമ്മുടെ സിങ്കൊക്കെ സെറ്റപ്പാണ്. എങ്ങനെയാണ്? വെള്ളം കാണില്ല. ഓക്കെ. കബോർഡ്സ് ഒക്കെ ഇതും ഡോറാന്ന് തോന്നുന്നു. ഇത് ഡോറാണ്. ഇത് ഡോറാണ്. ഇത് ഇതില് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കും. സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു സ്ലാബ് പോലെ നമുക്ക് അല്ലാതെ എന്തെങ്കിലും അരിയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ വെക്കാം. ഇവിടെ രാവിലെ പാല് കാച്ചിയത്. അല്ല മേഡം, വല്യമ്മ ഈ മേഡത്തിന്റെ മോളുടെ വീടാണ്. എവിടാ? നമ്മുടെ വീഡിയോക്കകത്തൊക്കെ ഇടയ്ക്കൊക്കെ വന്നിട്ടുള്ളതാണ്. വീഡിയോസിനകത്തൊക്കെ ഉള്ള ആളാണ്. ഇത് യൂട്യൂബിൽ ഇടാനാ. വല്യമ്മ സിനിമയിലെടുത്ത് പെൻഷനായിട്ടിരിക്കുമല്ലേ. മുകളിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ അവിടെ STS ഫാൻ കൊടുത്തിട്ടുണ്ട്.
ഫാൻ ഉണ്ട്. ഇപ്പൊ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അടുക്കളയില് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഡൈനിങ്ങിലോട്ടൊരു സെഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ എടുത്ത് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് സെർവ് ചെയ്താൽ മതി. അതിനുശേഷം മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ വാഷ് ബേസിനൊക്കെ വാഷ് ബേസിൻ ഉണ്ട്. ടച്ചാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ഫ്ലവറൊക്കെ ഡിസൈൻ ചെയ്യാനും താഴെ വാഷ് ബേസിൻ മറ്റേ ഫേസ് വാഷും ടവലും ഒക്കെ വെക്കാന്. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ടൈലൊക്കെ നല്ല സൂപ്പർ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. വീഡിയോ സിനിമക്കകത്ത് സൈനോട് പറഞ്ഞാൽ നാളെ മൊബൈലിൽ കാണുന്നത് കാണിച്ചു തരും കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം എന്തായാലും വീഡിയോ എടുക്കാം. പേയ്മെന്റ് മോഡൽ വാങ്ങിച്ചു തരണം. പിന്നെ എ സി ഇപ്പൊ തൽക്കാലം വെച്ചിട്ടില്ല. ഫാൻ എല്ലാം ഉണ്ട്. വലിയ ബെഡ്റൂം അതല്ലേ? ബെഡ്റൂം വലിയ ബെഡ്റൂം ആണ്. പിന്നെ നമുക്ക് കയറി വരുന്നിടത്ത് തന്നെയാണ് സ്റ്റെയർ. താഴെ ഒരു ബെഡ്റൂം ആണുള്ളത്. ചമേലി നമ്മൾ വന്നപ്പോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതല്ലാതെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടൊന്നുമില്ല. വെള്ളം ഒഴിച്ചുകൂടാ ചമേലി. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇത് കോമൺ ബാത്റൂം ആണ്. 2 റൂം അപ്പുറം ഇപ്പുറം ഉണ്ട്. അപ്പൊ അതിന്റെ ബാത്റൂം ആണ് ഇത്. ബാത്റൂം എല്ലാം സെറ്റ് ചെയ്താനാണ് വെച്ചേക്കുന്നത്. ബെഡ്റൂമോ? കോമൺ ബാത്റൂമോ ആ ഒരു റൂമിനുള്ള ബാത്റൂമാണ്. ഇതിനകത്തൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഈ റൂമിലും ബാത്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് ഉള്ള ഒരു നല്ല സ്പേസ് ബെഡ്റൂം ആണ്. പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് റൂമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആക്കാം. ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം എല്ലാം സെറ്റപ്പ് ആക്കിയേക്കാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണ ബാത്റൂമാണ്. ഇതൊന്നും കുഴപ്പമില്ല. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട് കേട്ടോ. ഇതേ പൊക്കത്തി. ഇനി ഒരു ബെഡ്റൂം അപ്പുറത്തില്ലേ? ഒരു ബെഡ്റൂം അപ്പുറത്തുണ്ട്. ഒരു ബെഡ്റൂമും കൊണ്ട് ഇതിനകത്ത്. മേളിൽ 2 ബെഡ്റൂം അല്ലേ? മുകളിൽ 2 ബെഡ്റൂം. ഇതില് ബാത്റൂം ഇല്ല. ബാത്റൂം അപ്പുറത്ത് കോമൺ ആയിട്ട് കൊടുത്തേക്കോ. ഇത് അത്യാവശ്യം വലിയ റൂമാണ്. വലിയ കട്ടിലടപ്പുണ്ട്. അതിനുശേഷം ദാളിയന്മാർ അവിടെ നിന്നോണ്ട് വിളിക്കുക. ബാൽക്കണിയില് കൊടുത്തിട്ടുണ്ട്. തൊട്ടിലോ അത്യാവശ്യം നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ ഇട്. ആരും ഇരിക്കരുത്. അങ്ങോട്ടിറങ്ങി പോവല്ലേ? കാറ് കൊണ്ട് നടക്കുന്നു. ഇത് ഓപ്പൺ ആയിട്ട് കിടത്തേക്ക്. ഓപ്പൺ ടെറസാണ്. ലൈറ്റ് ഇട്ടിട്ടുണ്ട്. വൈകിട്ടാകുമ്പോഴായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തൊരു കാര്യം അവിടെ ബിരിയാണി ഇളക്കുന്നുണ്ട്. ചെമ്പ് പൊട്ടിച്ചിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ നല്ല സൂപ്പർ. അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഹോം ടൂർ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇത് പ്രിയങ്കയുടെ വല്യമ്മയുടെ മോള്, എന്റെ സ്വന്തം ചേച്ചിയുടെ വീടാണിത്.
എന്തോ സജിനി സജിനിക്ക് തിരക്ക് കാരണം ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, എങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി കൊണ്ടുവരുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ ബൈ.